സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളിൽ പ്രത്യേക സംഘത്തിന് മുന്നിൽ പരാതി പ്രളയം. പരാതികൾ 4 വനിതാ ഉദ്യോഗസ്ഥർക്കായി വിഭജിച്ച് നൽകും. അതേസമയം യുവനടിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. 2016 ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, നമസ്കാരം. ഈ വിവിധ പരാതികൾ കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെയുള്ള പരാതി പെൺകുട്ടി ഫയൽ ചെയ്തിരിക്കുകയാണ്. എഫ്ഐആറിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് എഫ്ഐആറിൽ ഉള്ളത്? കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് അതെങ്ങനെയായിരിക്കും? മോദി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി പരാതികൾ നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള നിരവധി പരാതികളാണ് അതിനുശേഷം വന്നത്. പക്ഷേ ആ പരാതികളിൽ പ്രധാനപ്പെട്ട കേസുകളിലേക്ക്, നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പോലീസ്. സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതി ഇന്നലെ വൈകിട്ടാണ് ലഭിച്ചത്. ആ പരാതിയിൽ ഇപ്പോൾ കേസെടുക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ആ പരാതി ലഭിച്ചത് DGPക്കാണ് എങ്കിൽ കൂടി എവിടെയാണോ ഈ സംഭവം നടന്നത്, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് 2016 ജനുവരിയിൽ അതിക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് യുവനടിയുടെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എവിടെയാണോ പ്ലേസ് ഓഫ് ഒക്കറൻസ്, അതായത് ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാണോ ആ സ്റ്റേഷനിലേക്ക് DGP ആ പരാതി കൈമാറുകയായിരുന്നു. മ്യൂസിയം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി സിദ്ദിഖിനെതിരെ ഈ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും മ്യൂസിയം പോലീസ് അധികം വൈകാതെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ആ അന്വേഷണ സംഘത്തിന് ഈ തെക്കൻ കേരളത്തിൽ, മധ്യകേരളം മുതൽ താഴേക്ക് ഇങ്ങോട്ടുള്ള കേസുകൾ പരിശോധിക്കാനായി 2 ഉദ്യോഗസ്ഥർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഒന്ന് അജിത ബീഗം, അതോടൊപ്പം തന്നെ മെറിൻ ജോസഫ്. ഈ 2 പേർക്കും ചുമതല നൽകിയിട്ടുണ്ട്. ഇവർക്ക് ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ പരാതി ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ എത്തും. അത് മ്യൂസിയം പോലീസ് ആ പരാതി കൈമാറും. അതിനുശേഷമായിരിക്കും പിന്നീട് വിശദമായ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഈ പരാതി നൽകിയിട്ടുള്ള യുവനടിയുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് എന്തായാലും കടക്കുക. വലിയ തോതിലുള്ള പരാതി പ്രളയം ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DIG അജിത ബീഗത്തിൻ്റെ ഒരു മെയിൽ ഐ ഡിയിലേക്ക്, അവർ പരിശോധിക്കുന്ന ഒരു മെയിൽ ഐ ഡിയിലേക്ക് പരാതി അയക്കാനും അതോടൊപ്പം തന്നെ പരാതികൾ വിളിച്ചറിയിക്കാൻ പ്രത്യേക ഒരു നമ്പറും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡിയിലേക്ക് പരാതികൾ വന്ന് കുമിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയവർക്ക് അപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ എത്തുന്നു. പ്രത്യേകിച്ചും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ പുതുതായി സിനിമയിലേക്ക് എത്തുന്ന ആളുകൾ തുടങ്ങിയവരെല്ലാം ഇത്തരത്തിൽ പരാതി അയക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരും നിരവധി പരാതികളുമായി ഈ മെയിൽ ഐ ഡിയിലേക്ക് പരാതികൾ തുടർച്ചയായി അയക്കുന്നു. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷന് മുന്നിലേക്കും ഇത്തരത്തിൽ പരാതികൾ നിരവധിയായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ സിനിമാ രംഗത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായി എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെയുള്ള വെളിപ്പെടുത്തലും മാറുകയാണ്. ഇപ്പോൾ ഈ വരുന്ന പരാതികൾ, ഈ മെയിലിലേക്ക് വരുന്ന പരാതികളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ സിദ്ദിഖിനെതിരെ വന്ന പരാതി വേഗത്തിൽ തന്നെ പരിശോധിച്ചത്. നേരത്തെ തന്നെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതാണ്. മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി യുവനടി ഇങ്ങനെ സിദ്ദിഖിനെതിരെ തുറന്ന് പറഞ്ഞതാണ്. അതിനാൽ തന്നെ അതിൻ്റെ കാര്യത്തിൽ വേഗത്തിൽ നടപടിയുണ്ടായി. അതിനാലാണ് ഇന്നലെ വൈകുന്നേരം പരാതി ലഭിക്കുകയും അതിവേഗത്തിൽ തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. മറ്റ് പരാതികളിൽ വന്നിട്ടുള്ള ഈ മെയിലിലേക്ക് വന്നിട്ടുള്ള പരാതികളിൽ ആദ്യം ആ മെയിലിൻ്റെ ആധികാരികത പരിശോധിച്ച ശേഷം ഏത് സ്ഥലത്താണോ സംഭവം നടന്നു എന്ന് പരാതിയിൽ പറയുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ ആധികാരികത, പരാതിയുടെ ആധികാരികത പരിഗണിക്കുമെന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ പരാതികൾ നൽകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളിൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ തെളിവുകൾ സമർപ്പിക്കാൻ കഴിയുക? അക്കാര്യത്തിൽ ഈ കേസിന്റെ ഒരു ബലം കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അതോ സ്ത്രീകൾ ഉന്നയിച്ച പരാതി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അവരനുഭവിച്ച ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പരാതി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ് എന്ന പശ്ചാത്തലത്തിൽ ഇത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുമായിരിക്കുമോ? മോദി, ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഒരു പരാതി നൽകിയിട്ടുണ്ട് എങ്കിൽ പോലീസിന് ആ പരാതി നൽകിയത് ആധികാരികമായൊരു പരാതിയാണ് എങ്കിൽ കേസെടുക്കാതെ മറ്റു മാർഗ്ഗമില്ല. താൻ അതിക്രമിക്കപ്പെട്ടു എന്നൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി എടുത്തേ മതിയാകൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി ആൾ കൊടുത്ത പരാതിയല്ല, ഈ മെയിൽ ഐ ഡിയിലേക്ക് വന്ന പരാതിയാണ്. സ്വാഭാവികമായും ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൽ വന്ന പരാതിയുടെ ആധികാരികത സംബന്ധിച്ച് സ്വാഭാവികമായി ഇപ്പോൾ മറ്റൊരാൾക്കും ഒരാളുടെ പേര് പറഞ്ഞ് വേണമെങ്കിൽ പരാതി അയക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇമെയിൽ. അതോടൊപ്പം തന്നെ ഒരു ഫോൺ നമ്പറും സജ്ജീകരിച്ചിട്ടുണ്ട്.
നൽകിയിട്ടുണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് പറയുന്ന ആളുകൾ ആ പറയുന്ന പരാതി ഉള്ളതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ ശരിക്കുമുള്ള ആളാണോ, ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കുന്നതിനായാണ് കുറച്ച് സമയമെടുക്കുന്നത്. അങ്ങനെ മെയിൽ അയച്ചിട്ടുള്ള ആളുകളുടെ ആ മെയിൽ ഐ ഡിയും അതിൽ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങളുണ്ടാകും. ആ പരാതി അതിൻ്റെ ആധികാരികത പരിശോധിച്ച ശേഷം കേസെടുത്ത് മുന്നോട്ട് പോവുകയല്ലാതെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗ്ഗങ്ങൾ നിലവിൽ എന്തായാലും മുന്നിലില്ല. പക്ഷേ മോദി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ സിദ്ദിഖിനെതിരെ നൽകിയ പരാതിയിൽ പറയുന്നത് 2016 ജനുവരിയിൽ തനിക്കെതിരെ അതിക്രമം നടന്നു എന്നാണ് യുവനടി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ച് തെളിവുകൾ, അല്ലെങ്കിൽ ഈ സമീപ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അടക്കം പലരും നടത്തിയ വെളിപ്പെടുത്തലുകളുടെ തെളിവുകൾ എങ്ങനെ ഹാജരാക്കും എന്നത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് തുറന്നു പറഞ്ഞ ആളുകളോട് നിങ്ങൾ പരാതിയുമായി പോലീസിന് മുന്നിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു മുറിയിൽ വെച്ചുണ്ടായ സംഭവമാണ്. ആ സംഭവം നടക്കുന്ന സമയത്ത് ഈ അതിക്രമിക്കപ്പെട്ടയാളും അക്രമിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ എങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞു വന്ന, അന്ന് പറയാൻ ഭയമായിരുന്നു, പക്ഷേ ഇപ്പോൾ പറയാനൊരു അവസരം കിട്ടിയപ്പോൾ ഇത് പറയുകയാണ്. പക്ഷേ ഇപ്പോൾ അതിന് എങ്ങനെ തെളിവ് കണ്ടെത്തും, അതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമോ എന്ന കാര്യം പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞവരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയവരിൽ ഭൂരിഭാഗം ആളുകളും. അതിനാൽ തന്നെ അതൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഒന്നോ രണ്ടോ പരാതിയല്ല, ഈ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ, അതിൽ പല ആളുകൾക്കെതിരെയും നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഒരാൾ മാത്രമല്ല, പല ആളുകളും ഈ പറയുന്ന ആളുകളുടെ, മുകേഷിനെതിരെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും പരാതി വരുന്നു. അതോടൊപ്പം തന്നെ സിദ്ദിഖിനെതിരെയും അത്തരത്തിൽ നിരവധി ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മോശമായി പെരുമാറി തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇവർക്ക് നീതി ലഭിക്കാൻ പരുവത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരുമൊക്കെ കണക്കാക്കുന്നത്. നിലവിൽ എന്തായാലും മണിയമ്പിള്ള രാജു അതോടൊപ്പം തന്നെ വി കെ പ്രകാശ് അടക്കമുള്ള ആളുകൾക്കെതിരെ, ഇടവേള ബാബു അടക്കമുള്ള ആളുകൾക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ പല ആളുകളും ഈ പറയുന്ന ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ആരോപണവിധേയരായ ആളുകളുണ്ട്, അവരും മാനനഷ്ടത്തിനടക്കം കേസ് കൊടുത്തു. അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു നിയമപ്രശ്നമായി ഈ വിഷയം മാറുകയാണ്. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളും എല്ലാം വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെയും പോലീസിന്റെയും തീരുമാനം. മോദി നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ഈ ഇമെയിലിൽ പരാതി ലഭിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച ശേഷം തുടർ അന്വേഷണം നടത്തുമെന്നാണല്ലോ പറഞ്ഞത്. ഈ നിജസ്ഥിതി അന്വേഷിക്കാൻ അത് ഈ വ്യക്തി തന്നെയാണോ പരാതി അയച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണം സാധ്യമല്ലേ? അങ്ങനെയെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന ആളുടെ അടുത്ത് നേരിട്ടെത്തിയ ഒരു അന്വേഷണം, ഒരു ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കലൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? സ്വാഭാവികമാണ്. അതായത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ നമ്മൾ നേരത്തെ DGPക്ക് ഒരു മെയിൽ അയച്ച് നൽകുകയാണെങ്കിൽ ആ മെയിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെയിൽ അയച്ചാൽ ആ മെയിലിൻ്റെ ആധികാരികതയിൽ കേസെടുക്കുമെങ്കിൽ കൂടി ആൾ നേരിട്ടെത്തിയുള്ള ആളുടെ സാന്നിധ്യത്തിലുള്ള ഒരു പരാതി കൂടി ആവശ്യമുണ്ട്. നിലവിൽ എന്തായാലും ലഭിച്ചിരിക്കുന്ന പരാതികൾ എന്ന് പറയുന്നത് ഒന്നും രണ്ടുമല്ല, നിരവധി പരാതികൾ ഓരോ മണിക്കൂറിലും ആ മെയിൽ ഐഡിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇത്തരമൊരു വിഷയമാണ്. ഇത്തരമൊരു വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ ധൈര്യം കാണിച്ച വളരെ കുറച്ച് ആളുകൾ മാത്രമാണുള്ളത്. ഇപ്പോഴും സിനിമാ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള എത്രത്തോളം വലിയ ഒരു സംഘമാണ് ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതെന്നും അതിൻ്റെ ഒരു സംവിധാനം എന്താണെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രത്തോളം ഒരു കേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒരു സംഘം വിചാരിച്ചാൽ ഒരു ആളെ അങ്ങ് ഈ ഫീൽഡ് ഔട്ടാക്കി കളയാൻ പരുവത്തിനുള്ള വലിയ ശക്തിയുള്ള സംവിധാനം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. അതിനാൽ തന്നെ ഇത്തരം തുറന്നു പറച്ചിലുകൾ അവരുടെ സിനിമയിലെ നിലനിൽപ്പില്ല. അങ്ങനെ നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള തിലകനടക്കമുള്ള ആളുകളുടെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമയിൽ നിന്നും സീരിയലിലെത്തിയിട്ട് പോലും നിലനിൽപ്പില്ലാതെ പുറത്തു പോകേണ്ടി വന്ന അവസ്ഥ, അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. അതിനാൽ തന്നെ തുറന്നു പറഞ്ഞ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഈ തുറന്നു പറയാതെ ഈ പ്രത്യേക പരാതി അയക്കാനുള്ള പ്രത്യേക സംവിധാനത്തിലേക്ക് പരാതികൾ അയക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മെയിലിൽ വന്ന പരാതിയാണ്. അതിൻ്റെ ഒരു ആധികാരികത പരിശോധിക്കാൻ കുറേ അധികം പരാതികളുണ്ടെങ്കിൽ കൂടി അതിവേഗത്തിൽ അതിൻ്റെ ആധികാരികത പരിശോധിച്ച് കൃത്യമായ പരാതിയാണ് എങ്കിൽ അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി, എവിടെയാണോ ഈ സംഭവം നടന്നു എന്ന് പരാതിയിൽ പറയുന്നത് ആ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി കൈമാറി പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം.